നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ കൂറ്റൻ തേനീച്ചക്കൂട് ഭീഷണിയാകുന്നു. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വെനം ഉള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എഴുത്തുകാരനും ചിന്തകനും സന്യാസിയുമായ മുനി നാരായണ പ്രസാദ് നിര്യാതനായി. വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങി. സംസ്ഥാനത്ത് കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആശ്വാസമായി മഴയെത്തുന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ കൂറ്റൻ തേനീച്ചക്കൂട് ഭീഷണിയാകുന്നു. പാർക്കിലെ മരത്തിന് മുകളിലാണ് തേനീച്ചക്കൂട് രൂപപ്പെട്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും നിരവധി പേർ പ്രഭാത സായാഹ്ന സവാരി നടത്തുന്നിടത്താണ് ജീവന് ഭീഷണിയായി നിൽക്കുന്ന തേനീച്ചക്കൂട്. പാർക്കിൽ വൈകിട്ട് നിരവധി കുട്ടികളും കളിക്കാനെത്തുന്നുണ്ട്. തേനീച്ചക്കൂടൊന്നിളകിയാൽ കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ദുരിതമാണ് സംഭവിക്കുക. ആഴ്ചകളായി ഭീമൻ തേനീച്ചക്കൂട് രൂപപ്പെട്ടിട്ടും നഗരസഭ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആരോപണം. തേനീച്ചക്കൂടിന്റെ അപകടം സംബന്ധിച്ച് നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും എടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. നഗരസഭ അധികൃതർ മുൻകൈയെടുത്ത് തേനീച്ചക്കൂട് ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പാമ്പുകടിയേറ്റൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. പാമ്പുകടി ഏറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ആന്റിവെനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയരുത്. നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. ചില സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക്ക് വെനം ലഭ്യമാണ്. അവിടെ ആന്റി സ്നേക്ക് വെനം സ്റ്റോക്കുണ്ടോ എന്ന് ഉറപ്പാക്കിയായിരിക്കും ആശുപത്രിയിൽ എത്തിക്കുക. മാത്രമല്ല പാമ്പ് കടിയേറ്റ് വരുന്ന വിവരം ആശുപത്രിയെയും അറിയിക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ജില്ലകളുടെ യോഗം കൂടി സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്തി. പാമ്പ് കടിയേറ്റ് വരുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ആന്റി സ്നേക്ക് വെനം ലഭ്യമായ ആശുപത്രികളുടെ ലിസ്റ്റ് കനിവ് 108 ടീമിന് നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റി സ്നേക്ക് വെനം നൽകുന്നത്. എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം വരുന്നതുവരെ പാമ്പുകടി ഏറ്റയാൾ 108 ടീമിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുക. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. ഭീതി ഉണ്ടാക്കിയാൽ രക്തത്തിലൂടെ വിഷം പെട്ടെന്ന് പടരും. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ് വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവ് ഒരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. എഴുത്തുകാരനും ചിന്തകനും സന്യാസിയുമായ മുനി നാരായണ പ്രസാദ് നിര്യാതനായി.
87 വയസ്സായിരുന്നു. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പുലർച്ചെ 3:55 അന്ത്യം. വർക്കലയിലെ നാരായണ ഗുരുകുല ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ്. രാജ്യത്ത് അറിയപ്പെടുന്ന ആത്മീയാചാര്യനാണ് മുനി നാരായണ പ്രസാദ്. ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും കുറിച്ച് അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത ഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഇന്ത്യൻ തത്വചിന്താ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം 2024 പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറായി പരിശീലനം നേടിയ അദ്ദേഹം കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്താണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ടത്. 1968 അദ്ദേഹം രാജിവെച്ചാണ് നാരായണ ഗുരുകുലത്തിൽ ചേർന്നത്. 1923 നാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജ ഗുരുവാണ് ഗുരുകുലം സ്ഥാപിച്ചത്. 1999 അദ്ദേഹം നാരായണ ഗുരുകുലത്തിന്റെ തലവനും ഗുരുവുമായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗുരുകുലം ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, സിംഗപ്പൂർ, ഫിജി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു. 1989 മുതൽ 1991 വരെ ഫിജിയിൽ ഗീതാശ്രമത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. മുനി നാരായണ പ്രസാദ് 130-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏകദേശം 100 എണ്ണം മലയാളത്തിലും 30 എണ്ണം ഇംഗ്ലീഷിലുമാണ്. ഐതരേയം, ഈശാവാസ്യം, കേന, പ്രശ്ന, മാണ്ഡൂക്യം, തൈത്തിരീയം, ശ്വേതാശ്വതാരം, ചാന്തോക്യ ഉപനിഷത്തുകൾ എന്നിവയുടെ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉൾപ്പെടുന്നു. ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനത്തിന്റെ പേര് ലൈഫ്സ് പിൽഗ്രിമേജ് ത്രൂ ഗീത എന്നാണ്. നാരായണ ഗുരു സമ്പൂർണ്ണ കൃതികൾ, നാരായണ ഗുരുവിന്റെ തത്വചിന്ത തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചതും അദ്ദേഹമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായി 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങി. രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വൈദ്യുതി ബോർഡ് വാക്കാൽ നിർദ്ദേശം നൽകി. ഒരാഴ്ച മുമ്പ് തന്നെ മലബാർ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിലും 10-15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് തുടങ്ങി. എന്നാൽ ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിട്ടില്ലെന്നും വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണെന്നാണ് KSEB അധികൃതർ പറയുന്നത്. വരും ദിവസങ്ങളിലും ചൂട് തുടർന്നാൽ 30 മിനിറ്റ് വരെയുള്ള നിയന്ത്രണങ്ങൾ രാത്രിയിൽ വേണ്ടി വന്നേക്കാം എന്നാണ് സൂചന. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 1-2 തീയതികളിൽ ശുദ്ധിച്ചടങ്ങുകൾ നടക്കും. ഗുരുവായൂരപ്പന് മെയ് 1 വെള്ളിയാഴ്ച വൈകുന്നേരവും മെയ് 2 ശനിയാഴ്ച രാവിലെയുമായ ശുദ്ധിച്ചടങ്ങുകൾ. മെയ് 3 ഞായറാഴ്ച അയ്യപ്പസ്വാമിക്കും, മെയ് 4 തിങ്കളാഴ്ച ഗണപതിക്കും, മെയ് 5 ചൊവ്വാഴ്ച ഭഗവതിക്കും ശുദ്ധിച്ചടങ്ങുകൾ ഉണ്ടാകും. ശുദ്ധി സ്ത്രീഭൂത ബലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ മെയ് 1, മെയ് 2 ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ കഴിയുന്നതുവരെ നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു. കേരളത്തിൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയേക്കും. മെയ് അവസാനത്തോടെ തെക്കേ ഇന്ത്യയിൽ കാലവർഷം എത്തിയേക്കുമെന്നാണ് യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗിന്റെ പ്രവചനം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയേക്കാൾ കുറവായിരിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചനയെങ്കിലും കേരളത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു. മൺസൂൺ നേരത്തെയാണോ വൈകിയാണോ എത്തുക എന്നത് മെയ് ആദ്യ വാരത്തിലോ 2ാം വാരത്തിലോ മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കൂ എന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ചിലെ ശാസ്ത്രജ്ഞനായ പറഞ്ഞു. സാധാരണഗതിയിൽ ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷം ആരംഭിക്കാറുള്ളത്. ഇതിൽ ഒരാഴ്ചത്തെ വ്യത്യാസം വരാം. എന്നാൽ ജൂണിൽ തന്നെ മഴ തുടങ്ങണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചിലയിടങ്ങളിൽ മഴ കുറഞ്ഞാലും എല്ലാ പ്രദേശങ്ങളിലും കുറവായിരിക്കുമെന്ന് ഇതിനർത്ഥമില്ല. മധ്യ ഇന്ത്യയെ അപേക്ഷിച്ച് കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരങ്ങളിൽ ഇത്തവണ മികച്ച മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഭാസം കാലവർഷത്തെ ദോഷകരമായി ബാധിക്കുമെന്ന നേരത്തെയുള്ള ആശങ്കകൾക്ക് വിരുദ്ധമായി മെയ് മുതൽ ജൂൺ വരെയുള്ള ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ മഴ ലഭിക്കും എന്നാണ് നിലവിലെ മോഡലുകൾ സൂചിപ്പിക്കുന്നത്. മിക്ക കാലാവസ്ഥാ മോഡലുകളും അനുകൂല സൂചനകളാണ് നൽകുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ രാജീവൻ എരിക്കുളം പറഞ്ഞു. മെയ് പകുതിയോടെ പടിഞ്ഞാറൻ കാറ്റ് സജീവമാകാൻ സാധ്യതയുണ്ട്. ഇത് മഴയ്ക്ക് സഹായകമാകും. ഓഗസ്റ്റ് മാസത്തിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ആ സമയത്ത് എൽനിനോയുടെ പ്രഭാവം ശക്തമായേക്കാം. കാലവർഷത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് മാസത്തിൽ സാധാരണയിൽ കൂടുതൽ പ്രീ മൺസൂൺ മഴ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു.
ട്രാൻസ്ഫോമറിനുള്ളിൽ കയറിക്കൂടിയ മലമ്പാമ്പിനെ പിടികൂടി കരയാമ്പറമ്പ് മാഞ്ഞാലി തോടിന് സമീപം കഴിഞ്ഞ രാത്രിയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. സംസ്ഥാനം കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആശ്വാസമായി മഴയെത്തുന്നു. ബുധനാഴ്ച 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ചൂടുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,12,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 14,120 രൂപ നൽകണം. പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ വില ഇനിയും ഉയരും. എണ്ണവില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $105 മുകളിൽ തന്നെയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അമേരിക്ക നീട്ടിയെങ്കിലും സമാധാന ചർച്ചകളിലെ അനിശ്ചിതത്വവും ഹോർമൂസ് കടലിടുക്കിലെ തുടർച്ചയായ തടസ്സങ്ങളുമാണ് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു നിൽക്കാൻ കാരണം. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ജില്ലയിൽ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻസ് സ്കൂളിൽ 2026-27 അധ്യയന വർഷം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ, ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ് എന്നീ തസ്തികയിലേക്കും 2026-27 അധ്യയന വർഷം ഇനി ഉണ്ടായേക്കാവുന്ന ഒഴിവായ ഹൈസ്കൂൾ ടീച്ചർ, ഗണിതം, ഹിന്ദി എന്നീ തസ്തികയിലേക്കും താൽക്കാലികമായ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC നിയമനത്തിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 6 നീട്ടി. കാലാവധിക്കുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന പക്ഷം താൽക്കാലിക നിയമനം സ്വമേധയാ റദ്ദാവുന്നതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവുമുള്ളവർക്ക് ഇന്റർവ്യൂവിന് മുൻഗണന നൽകും. നിയമങ്ങൾക്ക് പ്രാദേശികമായി മുൻഗണന ലഭിക്കുന്നതല്ല. റെസിഡൻസ് സ്കൂളായതിനാൽ താമസിച്ചു പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് 6 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വിലാസം: ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1ാം നില, ചാലക്കുടി 680307. അങ്കമാലി നഗരമധ്യത്തിലെ ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി. ഗ്രാൻഡ് റീജൻസി ഹോട്ടലിന് മുന്നിലുള്ള റോഡരികിലെ ബിൽഡിംഗിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിക്ക് സമീപം സ്കൂട്ടറിൽ സഞ്ചരിക്കായിരുന്ന യുവതി ഒരാൾ വടികൊണ്ട് തലക്കടിച്ചു. അക്രമിയെ പിടികൂടാൻ ശ്രമിച്ച ആളെയും വടികൊണ്ട് ആക്രമിച്ചു പരിക്കേറ്റ ചേനത്തുനാട് സ്വദേശികളായ മഞ്ഞപ്രക്കാരൻ തോമസ്, മകൾ 23 വയസ്സുള്ള മേഘ, കുണ്ടൂർ വീട്ടിൽ 54 വയസ്സുള്ള രാജേന്ദ്രൻ എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 സംഭവം ഉണ്ടായത്. അക്രമിയെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് രാജേന്ദ്രനെ ആക്രമിച്ചത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കുറ്റിക്കാട് കരിപ്പായി ചാക്കുണ്ണി കൊച്ചാപ്പു നിര്യാതനായി.
87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചാലക്കുടി കൂടപ്പുഴ വെട്ടിയാട്ടിൽ വീട്ടിൽ ഗോപാലൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ കൂറ്റൻ തേനീച്ചക്കൂട് ഭീഷണിയാകുന്നു. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വേനം ഉള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എഴുത്തുകാരനും ചിന്തകനും സന്യാസിയുമായ മുനി നാരായണ പ്രസാദ് നിര്യാതനായി. വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങി. സംസ്ഥാനത്ത് കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആശ്വാസമായി മഴയെത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.